Okay. So we have completed lines on the earth, right? So അപ്പോൾ ഇതിൽ ലൈൻസ് ഓൺ ദ എർത്തിൽ നമ്മൾ നോക്കിയാൽ ലാറ്റിറ്റ്യൂഡ്സും ലോഞ്ചിറ്റ്യൂഡ്സും അതിന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ നോക്കേണ്ടത്. ഈ ഫിഗർ ഞാൻ പറഞ്ഞു തന്നായിരുന്നോ? ഈ ഫിഗർ പറഞ്ഞു തന്നോ? നിങ്ങൾക്കിപ്പോ എന്റെ സ്ക്രീൻ കാണാം? ഓക്കെ. അപ്പോ സോ നമ്മളിപ്പോ നോക്കാൻ പോകുന്നത് ലാറ്റിറ്റ്യൂഡ്സ്. Latitude is the angular distance to any point on the surface of the earth from the center. Okay, so ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലാറ്റിറ്റ്യൂഡ് ഇസ് ദ ആംഗുലാർ ഡിസ്റ്റൻസ്. അപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞു എന്താ ലാറ്റിറ്റ്യൂഡ്? നമ്മളിങ്ങനെ നേരെ ഇരിക്കുന്നതിൽ നിന്ന് ഇങ്ങനെ കുറുകെ വരയ്ക്കുന്ന ഈ ഒരു ലൈനിനെയാണ് നമ്മൾ ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത്. ആണല്ലോ അല്ലേ? എന്ന ലോഞ്ചിറ്റ്യൂഡ് എങ്ങനെയായിരിക്കുന്നേ? നീളത്തിന് അല്ലേ? ഓക്കെ. സോ അപ്പോൾ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ലാറ്റിറ്റ്യൂഡ് ഈസ് ദ ആംഗുലാർ ഡിസ്റ്റൻസ് ടു എനി പോയിന്റ് ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത് ഫ്രം ദ സെന്റർ. അപ്പോൾ എർത്തിന്റെ സെന്ററിൽ നിന്ന് ഉള്ള ആ ഒരു ഡിസ്റ്റൻസ്, അതിന്റെ എന്ത് പറയാനാ? ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്തു. ഓക്കെ. സോ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു എർത്തിന്റെ ആക്സിസ് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അതിനെ കുറുകെ ഇങ്ങനെ ചുറ്റിലും ഉള്ള പാരലൽ ലൈൻസിനെയാണ് നമ്മൾ ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത്. അതിനെന്ന് പറയുന്നത് സെയിം ആംഗുലാർ ഡിസ്റ്റൻസ്. അത് ബൈ ജോയിനിങ് ദ സെയിം ആംഗുലാർ ഡിസ്റ്റൻസ് വി ഗെറ്റ് ദ ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്സ്. അതായത് ഇതെന്ന് പറയുന്നത് ഇങ്ങനെ നമ്മള് ആക്സിസ് എന്ന് പറയുന്നത് ഈ 90 ഡിഗ്രി കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് ആ ഒരു ലൈനിൽ നിന്ന് ഇങ്ങനെ കുറുകെ, അതായത് ആ ഒരു 90 ഡിഗ്രി ആംഗുലാറിൽ കിട്ടുന്ന ആ ഒരു ലൈൻ, അപ്പൊ ഇങ്ങനെ കുറുകെയുള്ള ആ ഒരു ലൈനിനെയാണ് നമ്മൾ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ. സോ ലെറ്റ് us draw the latitudes. ഓക്കെ. അപ്പോൾ ലാറ്റിറ്റ്യൂഡ് നമുക്ക് എങ്ങനെ വരയ്ക്കാൻ പറ്റും എന്നുള്ള ഒരു കാര്യം ഇവിടെ നോക്കുന്നത്. Take a board which is not hollow and cut it into 2 equal halves. With the help of the protractor, can't you label the angular distance as shown in the picture below? നിങ്ങൾ ജസ്റ്റ് ഈ ഒരു പിക്ചർ നോക്കിക്കോ. ഈ പിക്ചർ ഒരു ബോളിന്റെ ഷേപ്പിലുള്ള ഒരു പിക്ചർ. അതിനെ നിങ്ങൾ രണ്ടായിട്ട് ഇങ്ങനെ മുറിച്ചു വന്ന് വെക്കുക. എന്നിട്ട് അതിന്റെ ആ ഒരു നടുക്കുള്ള ലൈൻ, അതായത് കറക്റ്റ് അതിന്റെ മിഡിൽ ഉണ്ടല്ലോ, കറക്റ്റ് സെന്റർ പോർഷൻ, അതിനെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ആ ഒരു ലൈൻ വരയ്ക്കുന്നു. കാര്യം ഇവിടെ നോക്കി, ഇവിടെ 0 ഡിഗ്രി എന്ന് കൊടുക്കുന്ന ഈ ഒരു ലൈൻ, അതിനെ നമുക്ക് ഇക്വേറ്റർ എന്ന് പറയാൻ പറ്റും. കാര്യം അത് ഒറ്റ ലൈനാണ്. അതിന്റെ കറക്റ്റ് മിഡിലുള്ള ആ ഒരു ബോൾ അല്ലെങ്കിൽ ആ ഒരു സ്പിയറിന്റെ കറക്റ്റ് മിഡിലുള്ള പോയിന്റ്, കറക്റ്റ് നടുക്കുള്ള പോയിന്റ് നമ്മളിങ്ങനെ വട്ടത്തിൽ വരയ്ക്കുമ്പോൾ, അതിന് ചുറ്റും വരയ്ക്കുമ്പോൾ അതിന് നമുക്ക് ഇക്വേറ്റർ എന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ 50 ഡിഗ്രി, 13 ഡിഗ്രി, 45 ഡിഗ്രി, ഓരോ ഡിഗ്രിക്ക് അനുസരിച്ച് ഓരോ നമുക്ക് ലൈൻ ഇങ്ങനെ വരച്ച് പോകാൻ പറ്റും. അപ്പൊ അതിനെ നമ്മൾ ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയും. നമ്മൾ ഈ ലാറ്റിറ്റ്യൂഡ്സും ലോഞ്ചിറ്റ്യൂഡ്സും എന്തിനാ നമ്മൾ യൂസ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാ? ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു എന്തിനു വേണ്ടിയിട്ടാ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡ്സും ഒക്കെ യൂസ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാ? ഷാരോൺ അൺമ്യൂട്ട് ചെയ്തേ. ഷാരോൺ ഞാൻ പറയുന്നത് കേൾക്കാം. ഓക്കെ. എന്തിനു വേണ്ടിയിട്ടാണ് ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡ്സും ഒക്കെ നമ്മൾ പഠിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്?
അറിയാമോ? ഋതു, എന്തിനു വേണ്ടിയിട്ടാണ് ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്? ഡിസ്റ്റൻസ് അറിയാം. വേറെ? എക്സാക്ട്ലി. അതായത് നമ്മുടെ ലൊക്കേഷൻ അറിയാൻ വേണ്ടിയിട്ട്, നമ്മുടെ നല്ല ഏതിന്റെ ആയാലും നമ്മൾ ഒരു ലൊക്കേഷൻ അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നിങ്ങൾ ഈ ഒരു മാപ്പ് നോക്കിക്കോ, സോറി ഈ ഗ്ലോബ് നോക്കിക്കോ, ഇതിൽ കണ്ടല്ലേ? അതായത് താഴോട്ടുള്ള ഈ ഒരു ലൈനിനെ നമുക്ക് പറയാൻ പറ്റുന്നത് ലോഞ്ചിറ്റ്യൂഡ്സും ഇങ്ങനെ കുറുകെയുള്ള ഈ ഒരു ലൈൻസിന് നമുക്ക് പറയാൻ പറ്റുന്നത് ലാറ്റിറ്റ്യൂഡ്സും. അപ്പോ ഇത് വച്ചും കൊണ്ട് ഇത്ര ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്, ഇത്ര ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ്, ഇത്ര ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡ്, ഇത്ര ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡ് എന്നൊക്കെ പറഞ്ഞ്, സോറി ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറഞ്ഞും കൊണ്ട് നമുക്ക് ഇതിന് ഒരു സ്ഥലത്തിന്റെ ആ ഒരു ലൊക്കേഷൻ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇന്ത്യക്ക് ആണെങ്കിൽ എത്ര ഡിഗ്രി, ഇപ്പോൾ നമ്മൾ ഫിക്സഡ് ആയിട്ട് നമ്മൾ ഒരു പോയിന്റ് ഉണ്ട്, അപ്പൊ അതിൽ എത്ര ഡിഗ്രിയുടേതാണ്, എത്ര ഡിഗ്രി ഡിസ്റ്റൻസിലാണ് ഇത് വരുന്നത്, എത്ര ഡിഗ്രി ഡിസ്റ്റൻസിലാണ് ഇന്ത്യ വരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ലൊക്കേഷൻ വരുന്നത്, നമ്മളൊന്നും നോക്കിയില്ലായിരുന്നോ? നമ്മളിപ്പോ അന്ന് നമ്മളിങ്ങനെ മാപ്പൊക്കെ ഇങ്ങനെ ഗൂഗിൾ ചെയ്ത് നോക്കിയതിന് ശേഷം എല്ലാവർക്കും അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടോ? ഇല്ല. ഓക്കെ ഓക്കെ. അപ്പൊ അവിടെ എന്തോ ഒരു ഇഷ്യൂ. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മളന്ന് ഗൂഗിളൊക്കെ ചെയ്ത് നോക്കിയതിന് ശേഷം നമ്മളിങ്ങനെ നോക്കിയില്ലായിരുന്നു ഇത് ഓരോന്നും ഇത്ര ഡിഗ്രി, ഇത്ര ലൈൻസും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയായിരുന്നു. അപ്പൊ അതുപോലെ തന്നെയാണ് അതിന്റെ ആ ഒരു ലൊക്കേഷൻ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ കുറുകെയുള്ള ആ ഒരു ലൈൻ, അതായത് ആംഗുലാർ ഡിസ്റ്റൻസ് ടു എനി പോയിന്റ് ഓൺ ദ സർഫേസ് ഓഫ് ദ എർത്ത് ഫ്രം ദ സെന്ററിൽ നിന്നുള്ള ആംഗുലാർ ഡിസ്റ്റൻസ്. By joining the same angular distance, we get the lines of latitudes. നമ്മൾ അപ്പോൾ അതിനാണ് നമ്മൾ latitudes എന്ന് പറയുന്നത്. Okay. Axis. What is the axis? Insert a straight pole through the center of a ball and let it spin. This pole is the axis of a ball. അപ്പോ ഇത് കണ്ടോ, ഈ ഒരു ലൈൻ കണ്ടോ, അതിന്റെ നടുക്കൂടെ ഒരു കമ്പ്, അല്ലെങ്കിൽ നമ്മുടെ ഇത് ഒരു ആക്സിസ് എന്ന് പറയുമ്പോൾ നമ്മുടെ എർത്തിനെ നമ്മൾ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട്, ആ ഒരു എർത്തിന്റെ ആ ഒരു റൊട്ടേഷനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് അതിനൊരു താങ്ങായിട്ട് എന്തെങ്കിലും ഒരു സാധനം വേണമല്ലോ, അതിനെയാണ് നമ്മൾ ആക്സിസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു രണ്ട് പോളിലും, നോർത്ത് പോളിലും സൗത്ത് പോളിന്റെയും ആ ഒരു പോയിന്റിനെ സെൻട്രലിലൂടെ കണക്ട് ചെയ്യുന്ന ഒരു ഇമാജിനറി ലൈനാണ് നമ്മുടെ ആക്സിസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ കൺസിഡർ ചെയ്യുന്നേ. നമ്മുടെ ഇപ്പൊ ഗ്ലോബ് തന്നെ നോക്കിക്കോ. ഇപ്പൊ ഗ്ലോബ് കണ്ടില്ലേ? ഈ ഗ്ലോബിന് വേണ്ടിയിട്ട് ഇപ്പൊ നമ്മളിവിടെ ഈ ഗ്ലോബിന്റെ പടം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഈ ഗ്ലോബില് ഇതാ മുകളില് ഈ ഒരറ്റത്തുനിന്ന് ഈ ഒരറ്റത്തേക്ക് ഇതിന് കറങ്ങാൻ വേണ്ടിയിട്ട് നടുക്കൂടെ ഒരു കമ്പി അല്ലെങ്കിൽ ഒരു ആക്സിസ് അവിടെ കൊടുത്തിട്ടുണ്ട്. എന്നാൽ മാത്രമേ അതിങ്ങനെ നമുക്ക് ഇങ്ങനെ കറക്കി നോക്കാൻ പറ്റുള്ളൂ, അതിന് സ്വന്തമായിട്ട് നിന്ന് ഇങ്ങനെ കറങ്ങാൻ പറ്റത്തുള്ളൂ, എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. പക്ഷെ നമുക്കറിയാം നമ്മുടെ എർത്ത് എന്ന് പറയുന്നത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പൊ അങ്ങനെ റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു ആക്സിസ് ഉണ്ട് അതിന്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ആക്സിസ്, അതിന്റെ സെൻട്രലിലൂടെ ഒരു ആക്സിസ് ഉണ്ട്. ആ ആക്സിസ് ഉള്ളത് കൊണ്ടാണ് ഇതിന് പ്രോപ്പറായിട്ട് നിന്ന് കറങ്ങാനായിട്ട് പറ്റുന്നത്. ഓക്കെ. അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു ലൈനെയാണ് നമ്മൾ ആക്സിസ് എന്ന് പറയുന്നത്. ഇമാജിൻ there is a straight pole passing through the center of the earth. This imaginary line is the axis of the earth. The earth rotates on its tilted axis. അതായത് ഞാനിപ്പോ പറഞ്ഞല്ലോ, അതിന് കറങ്ങണമെന്നുണ്ടെങ്കിൽ ആ ഒരു ആക്സിസ് വേണം. നമുക്ക് എന്തെങ്കിലും ഒരു പിടുത്തം കൊടുത്താൽ മാത്രമേ അതിന് നിന്ന് കറങ്ങാൻ പറ്റത്തുള്ളൂ, അല്ലാതെ വെറുതെ നിന്ന് കറങ്ങാൻ പറ്റത്തില്ലല്ലോ. അപ്പോ അതുപോലുള്ള ഒരു ഇമാജിനറി ലൈൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ഇങ്ങനെ ഒരു ലൈൻ അവിടെ ഉണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഹോൾ ഉണ്ടോ? ഇല്ല. പക്ഷെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇങ്ങനെ ഒരു ആക്സിസ്, ഒരു പോയിന്റ് അവിടെ ഉണ്ട്, അതുള്ളത് കൊണ്ട് ഇതിന് ഈസി ആയിട്ട് കറങ്ങാൻ പറ്റും എന്നുള്ളത്. അതിനെയാണ് നമ്മൾ ആക്സിസ് എന്ന് പറയുന്നത്. അപ്പോൾ ആക്സിസ് എന്ന് വെച്ചാൽ ഇറ്റ്സ് കണക്ട് ഫ്രം നോർത്ത് പോൾ ടു സൗത്ത് പോൾ ത്രൂ ദി സെന്റർ.
സോ അപ്പോൾ ആ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ആ ഒരു ലൈനിന് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ആ ഒരു കണക്ഷൻ, നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്കുള്ള ഒരു കണക്ഷൻ ഫോർ ദ സ്പിന്നിങ് ഓഫ് ദ എർത്ത്. അപ്പോൾ അതിന് കറങ്ങാനായിട്ടുള്ള ഒരു കണക്ഷനെയാണ് നമ്മൾ ആക്സിസ് എന്ന് പറയുക. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ നോക്കിക്കൊണ്ടിരുന്നത് എങ്ങനെയാണ് ലൈക്ക് ഇതിലൊരു നമുക്ക് ലാറ്റിറ്റ്യൂഡ്സിനെ വരയ്ക്കാൻ പറ്റുന്നത് എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഒരു ബോൾ എടുക്കുക, ബോൾ എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു സ്പിയർ കൺസിഡർ ചെയ്യുക, ബോളിനെ നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്തു, ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുക, രണ്ട് ബോൾ. അപ്പോൾ ആ ബോൾ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചപ്പോൾ അതിന്റെ നടുക്കൂടെ ഉള്ള ആ ഒരു ലൈൻ, അതിനെ നമുക്ക് 0 ഡിഗ്രി എന്ന് പറയാൻ പറ്റും. നിങ്ങൾ ഈ പ്രൊട്രാക്ടർ ഒക്കെ യൂസ് ചെയ്ത് മാത്സിൽ വരച്ചിട്ടില്ലേ? ഓക്കെ, അപ്പൊ അതിൽ ഫസ്റ്റത്തെ ലൈൻ എന്ന് പറയുന്നത് 0 ഡിഗ്രി ആണല്ലോ. 0 നമ്മൾ കൺസിഡർ ചെയ്ത് നമ്മൾ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് വയ്ക്കും ആണല്ലോ. അപ്പോൾ അതിലെന്ന് അപ്പോൾ ആ നടുക്കുള്ള ആ ഒരു ലൈനെ നമുക്ക് 0 ഡിഗ്രി എന്ന് പറയാൻ പറ്റും. എന്നിട്ട് ഈ പടം നോക്കി, ജസ്റ്റ് ഒന്ന് നോക്കിയോ, അതുകൊണ്ടോ ഇവിടെ നിന്ന് 15 ഡിഗ്രിയിലേക്ക് ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. 30, 45, 60, 75, 90, 75, 60. അപ്പോൾ ഇതെല്ലാ ആംഗിൾസും അവര് വരച്ചിട്ടുണ്ട്. അപ്പോ അങ്ങനെ വരച്ചു കഴിഞ്ഞിട്ട് അതിനെ നമ്മൾ ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഓരോ ഇതിന് പുറത്തൂടെ നമ്മൾ വരയ്ക്കുകയാണെന്ന് വെക്കുക. അപ്പൊ 30 ഡിഗ്രി നമുക്കൊരു അളവ് കിട്ടി. ആ അളവില് നമ്മൾ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെയിരിക്കും? അതിനെയാണ് നമ്മൾ ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് ലാറ്റിറ്റ്യൂഡ്സ് വരയ്ക്കാൻ പറ്റും. സോ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. ഈ ലാറ്റിറ്റ്യൂഡ്സ് തമ്മിൽ എപ്പോഴെങ്കിലും കൂട്ടിമുട്ടോ? എന്തുകൊണ്ടാ കൂട്ടിമുട്ടാത്തെ? കേട്ടില്ല, അവിടെ എന്താ പറഞ്ഞേ? ഒന്നുകൂടെ പറഞ്ഞേ. ആരാ പറയുന്നേ? ഓക്കെ, ഋതു, എന്തുകൊണ്ടാ ഇത് പരസ്പരം കൂട്ടിമുട്ടാത്തെ? ഈ ലാറ്റിറ്റ്യൂഡ്സ് തമ്മിൽ എപ്പോഴെങ്കിലും കൂട്ടിമുട്ടോ? ഈ പല നമ്മളിങ്ങനെ 50 ഡിഗ്രി 30 ഡിഗ്രി ഇങ്ങനെ അങ്ങോട്ട് വരയ്ക്കുക. അപ്പൊ അതിൽ എപ്പോഴെങ്കിലും എവിടെ കൂടെ ക്രോസ് ചെയ്ത് കൂട്ടിമുട്ടോ വേറെ ഏതെങ്കിലും ലാറ്റിറ്റ്യൂഡ്സും ആയിട്ട്? ഇതെങ്ങനെ വരയ്ക്കുന്നതെന്ന് മനസ്സിലായോ? ഓക്കെ, അതൊരു എക്സാമ്പിൾ. നമ്മൾ ഒരു ബോൾ കട്ട് ചെയ്തു, ബോൾ നമ്മൾ എടുത്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് അതിന്റെ കറക്റ്റ് നടുക്കുള്ള ആ ഒരു സെൻട്രൽ ലൈനെ നമ്മൾ ഇക്വേറ്റർ 0 ഡിഗ്രി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തു. എന്നിട്ട് നമ്മൾ അതിന്റെ ബോളിന്റെ നടുക്ക് ഒരു പ്രൊട്രാക്ടർ വെച്ചതിന് ശേഷം നമ്മൾ ഇങ്ങനെ നോക്കുകയാണ്. 15 ഡിഗ്രി 30 ഡിഗ്രി 45 ഡിഗ്രി ഇങ്ങനെ ഓരോ പോയിന്റ്സ് കിട്ടി ആണല്ലോ. അപ്പോ ഇനി ഈ 15 ഡിഗ്രിയും കിട്ടി, ഇപ്പുറത്തെ സൈഡ് 15 ഡിഗ്രി കിട്ടി. അപ്പൊ നമ്മൾ ഇതിനെ ജോയിൻ ചെയ്യിപ്പിച്ചുകൊണ്ട് നമ്മളിങ്ങനെ വരയ്ക്കുക, ഓരോരോ ലൈനായിട്ട് നമ്മളിങ്ങനെ വരയ്ക്കുക. ആ വരയ്ക്കുമ്പോ വേറെ ഏതെങ്കിലും ലൈനായിട്ട് ഇപ്പൊ 15ഉം 15ഉം തമ്മിൽ ഇങ്ങനെ കൂട്ടിമുട്ടും. ജസ്റ്റ് ഞാനിവിടെ വരയ്ക്കാൻ നോക്കട്ടെ. ഓക്കെ, സോ ഇവിടെ ഒരു 15 കിട്ടി ആണല്ലോ, ഇവിടെയും ഒരു 15 കിട്ടി ആണല്ലോ. അപ്പൊ നമ്മളിങ്ങനെ വരയ്ക്കുമ്പോ ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഈ ഒരു ലൈനിൽ നമ്മളിവിടെ ഇങ്ങനെ വരയ്ക്കും ആണല്ലോ. ഇത് രണ്ടും കൂട്ടി യോജിക്കത്തക്ക രീതിയിൽ ബോളിന്റെ പുറത്തൂടെ നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്നു ആണോ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇതൊരു ബോൾ എന്ന് കൺസിഡർ ചെയ്യാം. നമ്മള് ഇതിന്റെ നടുക്ക് നമ്മൾ ഒരു 15 ഡിഗ്രി ലൈൻ 0 ഡിഗ്രി ലൈൻ കിട്ടിയെന്ന് വെക്കുക. 0 ഡിഗ്രി. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കടുത്ത് ഇവിടെ ഒരു പ്രൊട്രാക്ടർ നമ്മൾ വെക്കുകയാണ്. പ്രൊട്രാക്ടർ വെച്ചതിന് ശേഷം ഇവിടെ നമ്മളൊരു പ്രൊട്രാക്ടർ വെച്ചു. അപ്പൊ എന്നിട്ട് ഇത് 15 ഡിഗ്രി. അപ്പൊ 15 ഡിഗ്രിയുടെ പോയിന്റ് നമുക്ക് ഇവിടെ കിട്ടിയെന്ന് വെക്കുക. 15 ഡിഗ്രിയുടെ ഒരു പോയിന്റ്. അടുത്ത് ഇവിടത്തെ 15 ഡിഗ്രി എന്ന് പറയുമ്പോൾ
ഏകദേശം ഇവിടെ, അപ്പോൾ ഇവിടെ കിട്ടിയെന്ന് വെക്കുക, ഇവിടത്തെ 15 ഡിഗ്രി ഇവിടെ കിട്ടിയെന്ന് വെക്കുക. അപ്പോ ഈ 2 ആംഗിൾ നമ്മൾ ജോയിൻ ചെയ്യിക്കുന്നു ആണല്ലോ. ഇതൊരു ബോൾ എന്ന് കൺസിഡർ അപ്പോൾ റൗണ്ട് ചെയ്ത് പോകും, റൗണ്ട് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് പോകും. അതുപോലെ തന്നെ ഇതേപോലെ കുറെ ലൈൻസും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്കിങ്ങനെ ഓരോരോ ഡിഗ്രി ആയിട്ട് നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ എന്റെ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ, ഈ ലൈൻസ് തമ്മിൽ എപ്പോഴെങ്കിലും കൂട്ടിമുട്ടോ? ഈ കുറെ ലാറ്റിറ്റ്യൂഡ്സ് ഉണ്ടല്ലോ, ഈ ലൈൻസുകൾ തമ്മിൽ എപ്പോഴെങ്കിലും കൂട്ടിമുട്ടോ? നോ. എന്തുകൊണ്ടാ കൂട്ടിമുട്ടാത്തെ? എവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്? അങ്ങനെ ജോയിൻ ചെയ്ത് വേറൊരു ആംഗിളുമായിട്ട് നമ്മൾ ജോയിൻ ചെയ്യുന്നില്ല അല്ലേ? അതെ. അപ്പൊ അതൊരിക്കലും കൂട്ടിമുട്ടത്തില്ല. അപ്പോ ഈ ലൈൻസ് നമുക്ക് പാരലൽ ലൈൻസ്, നമ്മൾ മാത്സിൽ പഠിച്ചിട്ടുണ്ടോ പാരലൽ ലൈൻസ്? പാരലൽ പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ പഠിക്കാം. പഠിച്ചിട്ടുണ്ട്, മറന്നുപോയി. ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ പാരലൽ ലൈൻസ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമുക്ക് ഈ ഒരു ലൈൻസ് കണ്ടല്ലോ, നമ്മളിവിടെ 15 എന്ന ഒരു പോയിന്റ് എടുത്തു, അടുത്ത് ഇവിടെ നമ്മൾ 30ക്ക് ഒരു പോയിന്റ് എടുത്തു, ഇങ്ങനെ എടുത്തു. അപ്പോ ഇത് തമ്മിൽ ഇങ്ങനെ ഓരോ ലൈനായിട്ട് നമ്മളിങ്ങനെ ചുറ്റിക്കൊണ്ട് പോവുക. അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ലൈനിൽ എപ്പോഴും സെയിം ആയിരിക്കും. അതായത് ഇവിടെ നിന്ന് ഫോർ എക്സാമ്പിൾ ഇവിടെ നിന്ന് ഇതുവരെയുള്ള ലൈൻ എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ആണെന്ന് വെക്കുക. ഫോർ എക്സാമ്പിൾ 5 സെന്റിമീറ്റർ ആണെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ഇത് പോയോ? ഓക്കെ, അത് 5 സെന്റിമീറ്റർ ആണെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഭാഗത്തും ഇതും 5 സെന്റിമീറ്റർ തന്നെ ആയിരിക്കും. മനസ്സിലായോ? അല്ലാതെ ഈ ലൈനുകൾ തമ്മിൽ ഇപ്പോ ഈ ലൈൻ ഇങ്ങനെ ചരിഞ്ഞു പോകത്തില്ല, അല്ലെങ്കിൽ ഈ ലൈൻ എടുത്ത് ഇങ്ങനെ ചരിഞ്ഞു പോകത്തില്ല. ഇതൊരു സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ ഒറ്റ റൗണ്ട് ആയിട്ട് തന്നെ ഇരിക്കും. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. എവിടെ വെച്ച് നോക്കിയാൽ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും. അതുപോലെയാണ് നമ്മൾ ഈ മെയിൻ ആയിട്ടുള്ള ഇവിടെ ഇത് നോക്കിയാൽ ഇത് തമ്മിലുള്ള ഇവിടെ ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും. അടുത്ത് ഇവിടെ ഇതിന്റെ ഡിസ്റ്റൻസ് ഇവിടെ സെയിം ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇതുവരെയുള്ള ഡിസ്റ്റൻസ്, ഈ 2 ലൈൻ തമ്മിലുള്ള ഡിസ്റ്റൻസ് അത് സെയിം ആയിരിക്കും. ഞാനിങ്ങനെ ലാപ്ടോപ്പിൽ ഇങ്ങനെ വരയ്ക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇത് ഒരു പ്രോപ്പർ അല്ലാത്ത രീതി വരെ വരുന്നത്, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നതിന്, അപ്പോൾ അതിന് ഈ ഒരു സെയിം 2 ലൈൻ ഉണ്ട്, അതിന് സെയിം ഡിസ്റ്റൻസ് ആണെങ്കിൽ ഒറ്റ ലൈൻ ഇത്, അടുത്ത രണ്ടാമത്തെ ലൈൻ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് സെയിം, അതിനെയാണ് നമ്മൾ, അതൊരിക്കലും കൂട്ടിമുട്ടത്തില്ല. ഈ താഴത്തെ ലൈനും മുകളിലത്തെ ലൈനും തമ്മിൽ ഒരിക്കലും കൂട്ടിമുട്ടത്തില്ല. ഇത് ഒരേ ഡിസ്റ്റൻസിൽ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്ന പാരലൽ ലൈൻസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോ ഇത് ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത് പാരലൽ ലൈൻസ്, അതൊരിക്കലും കൂട്ടിമുട്ടത്തില്ല. ഞാനിപ്പോ ഈ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവര് ഇതില് ഫുള്ളായിട്ട് കൊടുത്തിട്ടുള്ളത്. ഞാനിപ്പോ വരച്ച് പറഞ്ഞു തന്നില്ലേ, അതായത് ഈ ഒരു ആംഗിൾ തമ്മിൽ ഇങ്ങനെ വരയ്ക്കുക, കൂട്ടിമുട്ടിക്കുക, ഇങ്ങനെ വരയ്ക്കുന്ന സമയത്തുള്ള ആ ഒരു ജോയിൻ ചെയ്യുമ്പോൾ അതിന് നമുക്ക് ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയാൻ പറ്റും. അതില് ഇത്രയും കാര്യം നിങ്ങൾ നോക്കിയാൽ മതി. എന്താണെന്നറിയാവോ, ഇതിന്റെ നടുക്കുള്ള ലൈൻ, ഇപ്പൊ 0 ഡിഗ്രി നമ്മൾ പറഞ്ഞല്ലോ, ഏറ്റവും നടുക്കുള്ള ലൈൻ, ആ നടുക്കുള്ള ലൈനെ നമ്മൾ ഇക്വേറ്റർ എന്ന് പറയും. എന്തെന്ന് പറയും? ഇക്വേറ്റർ എന്ന് പറയും. ഇനി അതിന് മുകൾ ഭാഗത്ത്, അതായത് മുകളിലുള്ള നോർത്ത് പോൾ, ഏറ്റവും മുകളിലുള്ള പോയിന്റിന്റെ പേര് നോർത്ത് പോള്, ഏറ്റവും താഴെയുള്ള പോയിന്റിന്റെ പേര് സൗത്ത് പോള്. അപ്പോ ഈ ഇക്വേറ്ററിൽ നിന്ന് നോർത്ത് പോളിലേക്ക് പോകുന്ന കുറെ ലാറ്റിറ്റ്യൂഡ്സ് ഉണ്ടല്ലോ, ലൈൻസ്, അതിനെ നമ്മൾ നോർത്ത് ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയും. അതായത് 0 ഡിഗ്രിയിൽ നിന്ന് നോർത്ത് പോളിലേക്ക് പോകുന്ന ആ ഒരു ലാറ്റിറ്റ്യൂഡ്സിനെ നമ്മൾ നോർത്ത് ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയും. കണ്ടോ, ഇവിടെ നോക്കിയോ, ഇവിടെ ജസ്റ്റ് ഓക്കെ. സോ ഇത് കണ്ടോ, ഇവിടെ ഇവിടെ നിങ്ങൾക്ക് ഇതിന്റെ ലൈൻ ശരിയല്ല.
ഓക്കെ ഓക്കെ, ഇത് കണ്ടോ, ഇത് നിങ്ങൾ 0 ഡിഗ്രി ഈ ലൈൻ, ഇത് നിങ്ങളുടെ 0 ഡിഗ്രി ലൈൻ ഇക്വേറ്റർ. ഇതിന് മുകളിലോട്ടുള്ള ഈ ലൈൻസ്, അതായത് ഈ ലൈൻ ഉണ്ട്, ഈ ലൈൻ ഉണ്ട്, ഇതെല്ലാം ഇതിനെ ഈ ലൈൻസിനെ എല്ലാം, അതായത് ഇത് നോർത്ത് പോൾ, ഇത് ഈ 90 ഡിഗ്രി മുകളിലുള്ള നോർത്ത് പോള്, ഈ താഴെയുള്ള 90 ഡിഗ്രി ഇത് സൗത്ത് പോള്. അപ്പോ ഈ ഇക്വേറ്ററിന് മുകളിലോട്ടുള്ളതിനെ നമ്മൾ നോർത്ത് ലാറ്റിറ്റ്യൂഡ്സ് എന്നും പറയും. ഈ ഇക്വേറ്ററിന് താഴെയുള്ളതിന് എന്തെന്ന് പറയും? എന്തെന്നായിരിക്കും പറയുക? പറയും, ശരിയല്ലേ? സൗത്ത് ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയും. അപ്പൊ ഓക്കെ, മുകളിലോട്ടുള്ളതിനെ നോർത്ത് ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയും, താഴോട്ടുള്ളതിനെ സൗത്ത് ലാറ്റിറ്റ്യൂഡ്സ് എന്നും പറയും. മനസ്സിലായോ? ഇത്രയും പഠിപ്പിച്ചാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഓക്കെ, എല്ലാവർക്കും മനസ്സിലായല്ലോ? ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ജോഗ്രഫി ഭയങ്കര സിമ്പിൾ ആയിരിക്കും. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മള് ഇത്, അപ്പൊ ഒബ്സർവ് ദ ഗ്ലോബ് 5.8. 5.8 ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ ഓക്കെ, ഇപ്പൊ കേക്കാവോ? ഓക്കെ, അപ്പൊ ഈ ഒരു ഗ്ലോബ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ ഓക്കെ, അപ്പൊ ഈ ഒരു ഗ്ലോബ് ശ്രദ്ധിക്കുക. You can see that the size of the circle decreases with their position away from the center. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഇക്വേറ്റർ, ഈ സീറോ എന്ന് പറയുമ്പോൾ, ഈ 0 ഡിഗ്രി എന്ന് പറയുമ്പോൾ നമ്മൾ ഇക്വേറ്റർ എന്ന് പഠിച്ചു. അപ്പോ ഇത് കഴിഞ്ഞിട്ട് നോർത്ത് പോളിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ സൗത്ത് പോളിലേക്ക് പോകുമ്പോൾ ഈ നമ്മൾ ഈ റൗണ്ട് ആയിട്ട് ഈ വരയ്ക്കുന്നില്ലേ ഈ ഡിസ്റ്റൻസ്, അതായത് ഈ ഒരു ലൈൻസ് എന്ന് പറയുന്നത്, ആ ലൈൻസിന്റെ സൈസ് എന്ന് പറയുന്നത് കുറഞ്ഞു പോകും. ശരിയാണോ അല്ലേ? ശരിയായിരിക്കോ? അതായത് ഫോർ എക്സാമ്പിൾ, ഓക്കെ, ഇവിടെ ബോളൊന്നും എടുക്കാനില്ല കേട്ടോ, അല്ലെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരായിരുന്നു. ഓക്കെ, വെയിറ്റ്, ഞാൻ ഈ കുറച്ച് പേപ്പറെങ്കിലും ഞാൻ ചുരുട്ടിയെടുത്ത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യേ. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇത്രയേ ഉള്ളൂ. ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോ ഇത് ഒരു എൻ്റെ ഡ്രോയിങ് ആണ്, അതുകൊണ്ടുള്ള ഒരു പ്രശ്നമേ വരത്തുള്ളൂ. ഓക്കെ ഓക്കെ, ഇതിപ്പോ ഒരു സർക്കിൾ ജസ്റ്റ് കൺസിഡർ ചെയ്യുക. ഇതൊരു സർക്കിൾ ആണല്ലോ, നിങ്ങൾക്ക് കാണാമല്ലോ ഇപ്പോ? ഓക്കെ, ഈ സർക്കിൾ നേരത്തെ കണ്ടിരുന്നുവെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരുന്നു. നേരത്തെ അങ്ങനെ വരച്ച് കഷ്ടപ്പെടേണ്ടായിരുന്നു. ഓക്കെ, അപ്പോ ഈ സർക്കിൾ നിങ്ങൾ കണ്ടു. ഈ സർക്കിളില് ഇതെന്ന് പറയുന്നത് ഏറ്റവും കറക്റ്റ് നമ്മൾ ഒരു മിഡിലുള്ള പോയിന്റ് ഇതാണെന്ന് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ മിഡിലുള്ള ഒരു ലൈൻ വരയ്ക്കണം. ഓക്കെ, മിഡിലുള്ള ഒരു ലൈൻ, ഈ ലൈൻ എന്ന് പറയുന്നത് ഇതിന്റെ ഇക്വേറ്റർ ആണെന്ന് കൺസിഡർ ചെയ്യുക. ഇത് അതായത് കറക്റ്റ് മിഡിലുള്ള ലൈൻ ഇക്വേറ്റർ ആയിരിക്കുമല്ലോ? ആയിരിക്കോ? ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ പോയി ഞാനിതിന്റെ കളർ ചേഞ്ച് ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് ഇതൊക്കെ ക്ലാസ് റൂമിലായിരുന്നെങ്കിൽ എന്ത് എളുപ്പമായിരുന്നു അല്ലേ? ഇത് നിങ്ങൾ ഇക്വേറ്റർ, ഇത് കറക്റ്റ് മിഡിലുള്ള ആ ഒരു ലൈനെ നമുക്ക് ഇക്വേറ്റർ എന്ന് പറയാം. അപ്പോ ഇനി ഇതിന്റെ മുകളിൽ ഞാൻ ഒരു ലൈൻ വരച്ചു എന്ന് വെക്കുക. ഇപ്പോ
ഇതിന്റെ മുകളിൽ അടുത്ത ഒരു നോർത്ത് പോളിലേക്ക് അല്ലെങ്കിൽ ഒരു സൗത്ത് പോളിലേക്ക് ഞാനൊരു ലാറ്റിറ്റ്യൂഡ് വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെ വരയ്ക്കും? ഇതിന്റെ താഴെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഞാനിതാ ഇവിടെ ഇങ്ങനെ വരച്ചു. ഇത് ഓക്കെ, ഇതപ്പോ ഇതാണ് ഓക്കെ, അത് ഇക്വേറ്റർ. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോ ഇവിടെ ഒരു ലൈൻ ഇതാ വരയ്ക്കുന്നു. ഓക്കെ, ഇത് അതിന്റെ അടുത്ത ഒരു ലാറ്റിറ്റ്യൂഡ് ആണോ? ഇതേപോലത്തെ കുറെ ലാറ്റിറ്റ്യൂഡ് കാണുമല്ലോ. ഇത് ലാറ്റിറ്റ്യൂഡ്, അടുത്ത് ഇത് ലാറ്റിറ്റ്യൂഡ്, ഇത് ലാറ്റിറ്റ്യൂഡ് ആയിരിക്കുമല്ലോ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേറ്റർ നിങ്ങൾ ഈ ലൈൻ കണ്ടു ആണല്ലോ, ഇക്വേറ്ററിന്റെ ലൈൻ കണ്ടല്ലോ. ഇത് ഇക്വേറ്ററിന്റെ ലൈൻ. അപ്പൊ ഈ ഇക്വേറ്ററിന്റെ ഡിസ്റ്റൻസ് എത്രയുണ്ടോ അത്രയും ഡിസ്റ്റൻസ് തന്നെയായിരിക്കും ഈ ഒരു ഇതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വരയ്ക്കുമ്പോ. അതായത് ഈ ഇക്വേറ്ററിന്റെ ഈ ഒരു ലെങ്ത് നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ ഈ മുകളിൽ ഞാൻ വരച്ചിട്ടുള്ള ഈ ഒരു ലൈനും കാണാം. ഇതിന്റെയും ഈ ഇക്വേറ്ററിന്റെയും ഈ ഒരു ലാറ്റിറ്റ്യൂഡ്, ഏറ്റവും മുകളിലുള്ള ഈ ഒരു ലാറ്റിറ്റ്യൂഡിന്റെ ലെങ്ത് സെയിം ആയിരിക്കും, വ്യത്യാസമായിരിക്കും? അൺമ്യൂട്ട് 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 ചെയ്തേ. ഓക്കെ, പറയാം. ശരി, ഇത് വ്യത്യാസമായിരിക്കും. മുകളിലുള്ള നീളം കുറവാണോ കൂടുതലാണോ? കുറവാണ് ആണല്ലോ. അപ്പോ അടുത്തത് ഈ ഇക്വേറ്ററിന്റെ തൊട്ട് മുകളിലുള്ള ഈ ലൈനും ഈ ഇക്വേറ്ററിന്റെ ലൈനും തമ്മിൽ ലൈനിന് വ്യത്യാസം ഉണ്ടാവോ? ലെങ്തിന് വ്യത്യാസം ഉണ്ടാവോ? ഉണ്ടാവും അല്ലെ? അപ്പൊ അതിന് ഈ ഇക്വേറ്ററിന്റെ മുകളിലുള്ള ഈ ലൈനിന് ഈ ഒരു ലാറ്റിറ്റ്യൂഡിന് ലെങ്ത് കുറവായിരിക്കും കൂടുതലായിരിക്കും? കുറവ്. ഓക്കെ, അപ്പോ അതാണ് ഇവിടെ പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ഇക്വേറ്ററിൽ നിന്ന് പോളിലേക്ക് പോകുമ്പോ ഈ ലാറ്റിറ്റ്യൂഡ്സിന്റെ ലെങ്ത് എന്ന് പറയുന്നത് വ്യത്യാസമായിരിക്കും, അല്ല എങ്കിൽ കുറവ് ആയിരിക്കും. മനസ്സിലായോ? അതായത് you can see that the size of the circles decrease with their position away from the center. അതായത് ഇക്വേറ്ററിൽ നിന്ന് മുകളിലോട്ടോ താഴോട്ടോ പോകുന്ന സമയത്ത് the size of the circle, ഇതൊരു സർക്കിൾ ആണ്. ഇപ്പൊ നമ്മൾ ഇങ്ങനെ 2D ഇമേജ് ആയിട്ട് വരയ്ക്കുമ്പോൾ ഇതിങ്ങനെ കാണുന്നതേ ഉള്ളൂ, അല്ലാതെ സർക്കിളാ. അപ്പോ ഈ ഒരു ലൈൻസ് അല്ലെങ്കിൽ ഈ ഒരു സർക്കിൾസിന്റെ ലെങ്ത് എന്ന് പറയുന്നത് അല്ലെ സൈസ് എന്ന് പറയുന്നത് കുറഞ്ഞു കുറഞ്ഞു വരും. ശരിയോ തെറ്റോ? ശരിയോ തെറ്റോ? മനസ്സിലായോ? മനസ്സിലായില്ലേ പറയാ, നമുക്ക് വീണ്ടും നോക്കാം. അതുകൊണ്ട് ഞാൻ ചോദിച്ചേ എല്ലാരും. ഓക്കെ, അതായത് നമ്മളിപ്പോ നോക്കിയ ഇത്രേ ഉള്ളൂ. ദ സൈസ് ഓഫ് ദ സർക്കിൾസ് ഡിക്രീസ് വിത്ത് ദെയർ പൊസിഷൻ അവേ ഫ്രം ദ സെന്റർ. അതായത് സെന്റർ എന്ന് പറയുന്നത് ഇതിൽ ഇക്വേറ്റർ ആണെന്ന് മനസ്സിലായോ? മനസ്സിലായി. ഈ സെന്ററിൽ നിന്ന് നമ്മൾ മുകളിലേക്കോ താഴേക്കോ പോകുന്ന, ഇപ്പൊ മുകളിലേക്ക് പോകുന്നെന്ന് വെക്കാം. അപ്പൊ സെന്ററിൽ നിന്ന് നമ്മൾ മാറുന്നതിനനുസരിച്ച് ഇതിന്റെ ആ സർക്കിൾസ് അല്ലെങ്കിൽ ആ ലാറ്റിറ്റ്യൂഡ്സിന്റെ ലെങ്ത് എന്ന് പറയുന്നത് അല്ലെ സൈസ് എന്ന് പറയുന്നത് കുറഞ്ഞു കുറഞ്ഞു പോകും. അതായത് സെന്ററില് ഇത്രയും ലെങ്ത് ഉണ്ട്, അത് കഴിഞ്ഞിട്ടുള്ളതിന് ലെങ്ത് കുറഞ്ഞു 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 കുറഞ്ഞ് കുഞ്ഞ് ലൈൻസ് അല്ലെ കുഞ്ഞ് സർക്കിൾസ് ആവും. അതാണ് പറഞ്ഞത്. ഇപ്പൊ മനസ്സിലായോ എല്ലാവർക്കും? അപ്പൊ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. സൈസ് ഓഫ് ദ സർക്കിൾ ഡിക്രീസസ് വിത്ത് ദെയർ പൊസിഷൻ അവേ ഫ്രം ദ സെന്റർ. റൈറ്റ്. Haven't you noticed that the number of dots along the latitudes at same angular distance decrease gradually? അപ്പോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ആ ഒരു ഒറ്റ കാര്യമേ ഉള്ളൂ. അതായത് ആംഗുലാർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ അതായത് നമ്മളിവിടെ വരച്ചു. ഇവിടെ വരച്ച എങ്ങനെയാ? ഓരോ ആംഗിളും
ഇവിടെ കണ്ടു നമ്മൾ 0 ഡിഗ്രി, അടുത്ത് 15 ഡിഗ്രി, 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി, 75 ഡിഗ്രി, ഇതേപോലുള്ള ഓരോ ആംഗിൾ വെച്ച് നമ്മൾ വരയ്ക്കുക. അപ്പൊ അത് തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് നമ്മളിവിടെ ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വരും. The latitudinal line along the middle of the globe is the longest one. അപ്പോ അതില് ഇപ്പൊ നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താ? ഇക്വേറ്ററിനായിരിക്കോ ഏറ്റവും കൂടുതൽ നീളം കൂടുതൽ, അതേ വേറെ ഏതെങ്കിലും ലൈനിനായിരിക്കോ? ഏത് ലൈനിനായിരിക്കും ഏറ്റവും കൂടുതൽ ലെങ്ത് കൂടുതൽ? ഇക്വേറ്റർ. അതായത് ആ ഒരു 0 ഡിഗ്രി ലൈൻ, അതായത് ആ ഇക്വേറ്റർ അല്ലെ കറക്റ്റ് മിഡിലുള്ള ആ ഒരു ലൈന് ലെങ്ത് കൂടുതൽ ആയിരിക്കും. ദിസ് ലൈൻ ഓഫ് ലാറ്റിറ്റ്യൂഡ് ഈസ് കോൾഡ് ദ ഇക്വേറ്റർ. ഇത് നമ്മൾ നേരത്തെ പഠിച്ചു. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു തന്നു നിങ്ങൾക്ക്, ഈ മിഡിലുള്ള ആ ഒരു ലൈൻ എന്ന് പറയുന്നതിനെ, ആ ഒരു ലോങ്സ്റ്റ് വൺ എന്ന് പറയുന്നതിന്, അതിന് ഏറ്റവും നീളം കൂടിയ മിഡിലുള്ള ആ ഒരു ലൈനെ നമ്മൾ ഇക്വേറ്റർ എന്ന് നമുക്ക് പറയാൻ പറ്റും. The angular measurement of the equator is 0 ഡിഗ്രി. ഞാൻ നേരത്തെ പറഞ്ഞു ഇതിന് നമ്മൾ 0 ഡിഗ്രി, നമ്മൾ പ്രൊട്രാക്ടർ വെച്ച് കറക്റ്റ് മിഡിലുള്ള ലൈനാണ് നമ്മൾ പ്രൊട്രാക്ടർ വെച്ചൊക്കെ നോക്കും. അങ്ങനെ നോക്കുമ്പോൾ അതിന് നമ്മൾ 0 ഡിഗ്രി ലൈൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ചെക്ക് വെദർ the latitude of 90 degree north and 90 degree south of the equator are circles. These points are known as north and south pole respectively. അപ്പോ നമുക്ക് ഇവിടെ ഈ ഒരു ഇമേജ് നോക്കാം. ഞാൻ പറഞ്ഞു ഇതിൽ ഏറ്റവും മുകളിലുള്ള ഈ ഒരു പോയിന്റ് അല്ലെങ്കിൽ ഈ ഒരു പോയിന്റിനെ ഈ 90 ഡിഗ്രി നോർത്തും 90 ഡിഗ്രി സൗത്തും, അതിനെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? സൗത്ത് പോൾ എന്നും പറയാൻ പറ്റും, നോർത്ത് പോൾ എന്നും പറയാൻ പറ്റും. അതായത് 90 ഡിഗ്രി ഈ ഒരു പോയിന്റ്, ഈ ഇക്വേറ്ററിൽ നിന്ന് നമ്മൾ ഇവിടെ നിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കഴിഞ്ഞു. ഞാൻ വരച്ച് കാണിച്ചു തരാം. ഓക്കെ, നമ്മള് ഇപ്പോ ഇവിടെ ഈ ഒരു ലൈൻ കണ്ടല്ലോ, ഇവിടെ ഇതിന്റെ മിഡിലാണെന്ന് വെക്കുക. അപ്പൊ ഈ ഒരു മിഡിലിൽ നിന്ന് നമ്മൾ ഒരു ലൈൻ ഇങ്ങോട്ട് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മുകളിൽ ഒരു പോയിന്റ് കിട്ടുമല്ലോ. കിട്ടും. അപ്പോ ഈ കിട്ടുന്ന ഈ ഒരു ആംഗിൾ, ഓക്കെ, നമ്മളപ്പോ ഈ കിട്ടുന്ന ഈ ഒരു ആംഗിളിനെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? ഈ ഒരു ആംഗിളിനെ നമുക്കിവിടെ പറയാൻ പറ്റും നോർത്ത് പോൾ, 90 ഡിഗ്രി നോർത്ത് പോൾ എന്ന് പറയാൻ പറ്റും. അതായത് 90 ഡിഗ്രി നോർത്ത് പോൾ. ഡിഗ്രി സിമ്പിൾ ഇതില്. അപ്പൊ 90 ഡിഗ്രി നോർത്ത് പോൾ, ഇവിടെ ഡിഗ്രിയുടെ ഉണ്ട്, ഡിഗ്രി സിമ്പിൾ ഇതിലില്ല, അതുകൊണ്ട് ഞാൻ ഇടാത്ത. 90 ഡിഗ്രി നോർത്ത് പോൾ എന്ന് നമുക്കിവിടെ കിട്ടും. അതുപോലെ ഈ ലൈൻ, നമ്മളിപ്പോ ഈ വരച്ചിരിക്കുന്ന ഈ ഒരു ലൈൻ നമ്മൾ താഴോട്ട് വരയ്ക്കുകയാണെന്ന് വെക്കുക. ഈ ഒരു ലൈൻ നമ്മൾ താഴോട്ട് വരച്ചു. താഴോട്ട് വരയ്ക്കുമ്പോൾ നമുക്ക് ഇവിടെ താഴെ ഒരു പോയിന്റ് കിട്ടുമല്ലോ. ആ ഒരു പോയിന്റിനെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? ഇവിടെ 90 ഡിഗ്രി നോർത്ത് പോൾ എന്ന് പറയുന്നെങ്കിൽ താഴെ എന്തെന്ന് പറയാൻ പറ്റും? 90 ഡിഗ്രി സൗത്ത് പോൾ എന്ന് കിട്ടും. പക്ഷേ നമ്മൾ ഇവിടെ ഓർക്കേണ്ട ഒരൊറ്റ കാര്യം, നമ്മൾ ഇതിപ്പോ സ്ട്രെയിറ്റ് ആയിട്ടാണ് പഠിച്ചത്, പക്ഷെ യഥാർത്ഥത്തിൽ എർത്ത് എന്ന് പറയുന്നത് ശകലം ചരിഞ്ഞാണ് ഇരിക്കുന്നത്. നമ്മൾ ഈ ഒരു ഇമേജിനെ അല്ലെങ്കിൽ ഈ ഒരു സർക്കിളിനെ എനിക്കിവിടെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരായിരുന്നു. പക്ഷെ ഈ ഒരു സർക്കിളിനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യിക്കാൻ പറ്റും. ശകലം ഒന്ന് ചരിച്ചു കഴിഞ്ഞാല് ഇപ്പൊ നമുക്ക് ഈ ഒരു ഷേപ്പ് വരും. ഏത്? ഓക്കെ, ഈ നമ്മുടെ ഈ ഒരു എർത്തിന്റെ ഷേപ്പ് നമുക്ക് അവിടെ കിട്ടും. അതായത് ആ എർത്ത് ഇരിക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് ചരിച്ചു വെച്ച് വെക്കുക. അപ്പോ 90 ഡിഗ്രി എന്ന് പറയുന്നത് ഈ ഒരു ആംഗിള്, ഇത് ഒരു താഴെ എന്ന് പറയുന്നത് സൗത്ത് പോള്, ഈ ഒരു ആംഗിളില്, എന്നിട്ട് അപ്പോ അത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഇക്വേറ്ററും ഈ ഒരു ലൈൻസും കാര്യങ്ങളും എല്ലാം നിങ്ങൾ അത് ഓർത്ത് വച്ചിരിക്കുക. ഓക്കെ ആണോ? മനസ്സിലായോ അത് എല്ലാവർക്കും? ഓക്കെ, അപ്പോ ഇത് തന്നെയാണ് ഈ നോർത്ത് പോളും അതുപോലെ തന്നെ ഇക്വേറ്റർ, പിന്നെ അടുത്ത ലാറ്റിറ്റ്യൂഡ്. അപ്പോ എന്താ? കേട്ടില്ല.
എന്താ പറഞ്ഞേ? ആരാ ഇപ്പൊ സംസാരിച്ചേ? ഓക്കെ, ഞാനിപ്പോ പറയുന്ന വ്യക്തമായിട്ട് കേൾക്കുന്നുണ്ടോ? ഓക്കെ ഓക്കെ, അപ്പൊ ഓക്കെ, അപ്പോ അപ്പൊ ഇതിനെയാണ് നമ്മൾ ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത്. നമ്മളിപ്പോ പഠിച്ചതിനാണ് ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത്. പിന്നെ ഇതിനെ നമ്മൾ ഈ ഇക്വേറ്ററിന് മുകളിലുള്ളതിനെ നമ്മൾ നോർത്തേൺ ഹെമിസ്ഫിയർ എന്ന് പറയും. ഇക്വേറ്ററിന് താഴെയുള്ളതിനെ സദേൺ ഹെമിസ്ഫിയർ എന്ന് പറയും. അപ്പൊ നമ്മളെ നോർത്ത് പോളും സൗത്ത് പോളും നമ്മൾ പഠിച്ചു. 90 ഡിഗ്രി നോർത്തും 90 ഡിഗ്രി സൗത്തും എന്ന് പറയുന്നത് നോർത്ത് പോളും സൗത്ത് പോളും ആണ് എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. ഈ ഒരു ലയൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഇക്വേറ്ററിൽ നിന്ന് നമുക്കുള്ള ആ ഒരു പാരലൽ ലയൻസിനെയാണ് നമ്മൾ ഓരോ ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എർത്തിൽ നമ്മൾ ഇങ്ങനെ കൺസിഡർ ചെയ്യുന്ന കുറച്ച് പ്രധാനപ്പെട്ട ലാറ്റിറ്റ്യൂഡ്സ് ഉണ്ട്. അതായത് 23.5 ഡിഗ്രി നോർത്ത്, അതിനെ നമ്മൾ ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയും. 23.5 ഡിഗ്രി സൗത്ത്, അതിനെ നമ്മൾ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്ന് പറയും. 66.5 ഡിഗ്രി സൗത്തിനെ അന്റാർട്ടിക് സർക്കിൾ എന്നും 66.5 ഡിഗ്രി നോർത്തിനെ ആർട്ടിക് സർക്കിൾ എന്നും നമ്മളിങ്ങനെ പറയും. അതിനെക്കുറിച്ച് വിശദമായിട്ട് നിങ്ങൾക്ക് പിന്നീട് പഠിക്കാം. നിങ്ങൾ ഈ പേരുകൾ ഇത്രയും പഠിച്ചു വയ്ക്കുക. അപ്പം 90 ഡിഗ്രി നോർത്തിനെ നമ്മൾ നോർത്ത് പോൾ എന്ന് പറയും. 66.5 ഡിഗ്രി നോർത്തിനെ ആർട്ടിക് സർക്കിൾ എന്ന് പറയും. 23.5 ഡിഗ്രി നോർത്തിനെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയും. 0 ഡിഗ്രിയെ നമ്മൾ ഇക്വേറ്റർ എന്ന് പറയും. 23.5 ഡിഗ്രി സൗത്തിനെ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്ന് പറയും. 66.5 ഡിഗ്രി സൗത്തിനെ അന്റാർട്ടിക് സർക്കിൾ എന്ന് പറയും. 90 ഡിഗ്രി സൗത്തിനെ സൗത്ത് പോൾ എന്നും പറയും. അപ്പൊ നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കുക, ഇത്രയും ഇങ്ങനെ ചെയ്യുക. മിഡിലുള്ളത് നമുക്ക് 0 ഡിഗ്രി ഇക്വേറ്റർ ആണല്ലോ. അപ്പൊ ആ ഇക്വേറ്ററിന്റെ 0 ഡിഗ്രി ഇക്വേറ്റർ. ഇത് കഴിഞ്ഞിട്ട് 23.5, അതായത് 23.5 ഡിഗ്രി നോർത്തിനെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്നും 23 താഴെ ഇതിന്റെ മുകളിൽ 23.5 ഡിഗ്രി നോർത്ത് ഇതിന്റെ മുകളിൽ അതിന് ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഇക്വേറ്ററിന്റെ താഴേക്ക് 23.5 ഡിഗ്രി സൗത്ത്, അതിനെന്ത് പറയും? ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. മുകളിലത്തെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ, താഴത്തെ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. ഇനി ഇക്വേറ്ററിൽ നിന്ന് അടുത്ത് ഏറ്റവും മുകളിൽ 66.5 ഡിഗ്രി നോർത്തിനെ ആർട്ടിക് സർക്കിൾ എന്നും, ഇനി ഇക്വേറ്ററിന്റെ താഴോട്ട് 66.5 ഡിഗ്രി സൗത്തിനെ അന്റാർട്ടിക് സർക്കിൾ എന്നും പറയും. അപ്പൊ മുകളിലുള്ളതിന് ആർട്ടിക് സർക്കിൾ, താഴെയുള്ളതിന് അന്റാർട്ടിക് സർക്കിൾ. ഇനി മുകളിലും താഴെയുള്ള പോൾസ്, അതായത് 90 ഡിഗ്രി എന്ത് പറയും? നോർത്ത് പോൾ എന്നും പറയും. താഴെയുള്ളതിനെ സൗത്ത് പോൾ എന്നും പറയും. ഇപ്പൊ മനസ്സിലായോ? ഇത്രയും പേര് നിങ്ങൾ അത് പഠിക്കുക. ഓക്കെ. Latitudes in northern hemisphere is called the north latitudes, and those in the southern hemisphere is called south latitudes. ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്ന കാര്യം ആണ്. ഓക്കെ ഓക്കെ. അപ്പോ ഇത് പറയാം, നിങ്ങൾക്ക് ഈ ലാറ്റിറ്റ്യൂഡ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും? ആൽഫിൻ? ഓക്കെ, ആൽഫിൻ വീഡിയോ ഓൺ ചെയ്തേ. ഭരത് ആദ്യമായിട്ടല്ലേ ക്ലാസ്സിൽ കയറുന്നേ? അൺമ്യൂട്ട് ചെയ്തേ ഭരത്. ഭരത് പോയോ? ഓക്കെ ഓക്കെ. ആൽഫിൻ ഡൗട്ട് ഉണ്ടോ? മനസ്സിലായോ? നന്നായിട്ട് മനസ്സിലായോ? ഇത് നിങ്ങൾ പിന്നീട് എപ്പോഴായാലും പിന്നീട് എല്ലാം ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഈ ലാറ്റിറ്റ്യൂഡ്സ്, ലോഞ്ചിറ്റ്യൂഡ്സ്, ഇതെല്ലാം. ഓക്കെ ഓക്കെ. അപ്പൊ എക്സാമിന്
3-4 ചാപ്റ്റർ നമ്പർ 3 and 4. പിന്നെ എക്സാമിന് നിങ്ങൾ ടെക്സ്റ്റ് വായിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം നന്നായിട്ട് എഴുതാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ നോട്ട് മാത്രം കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ എക്സാം എഴുതാൻ പറ്റത്തില്ല. ടെക്സ്റ്റ് നിങ്ങൾ വായിക്കുക. കാര്യം ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് തന്ന നോട്ട് ഞാൻ നോക്കത്തില്ല. നോട്ടിൽ ഞാൻ എന്ത് തന്നു എന്നുള്ള കാര്യം നോക്കില്ല. ഞാൻ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. ഞാൻ അതിന് പകരം ടെക്സ്റ്റ് നോക്കും. ടെക്സ്റ്റിൽ എന്ത് കിടക്കുന്നു എന്ന് നോക്കും. അപ്പൊ ടെക്സ്റ്റിന്റെ ഏത് ഭാഗത്തുനിന്ന് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചോദിക്കാം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ടെക്സ്റ്റ് നല്ല രീതിയിൽ പഠിക്കുക, നോട്ടിനെക്കാളും. ടെക്സ്റ്റ് നല്ല രീതിയിൽ വായിക്കുക. ഒരു 10-20 പ്രാവശ്യമൊക്കെ ഇരുന്ന് വായിക്കുക. അപ്പൊ ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾക്ക് എക്സാം നന്നായിട്ട് എഴുതാൻ പറ്റും. പിന്നെ ആരെങ്കിലും കോപ്പി അടിച്ചെഴുതി കഴിഞ്ഞാൽ ഏത് സബ്ജക്റ്റ് ആയാലും നിങ്ങൾക്ക് തിരുത്തുന്ന ആൾക്ക്, ഇപ്പൊ എന്റെ സബ്ജക്റ്റ് എന്ന് മാത്രമല്ല ആരുടെ ആയാലും അവർക്കത് വ്യക്തമായിട്ട് മനസ്സിലാവും നിങ്ങൾ കോപ്പി അടിച്ചാണോ എഴുതിയത് അല്ലേ എന്നുള്ള കാര്യം. അതുകൊണ്ട് ആരും ടെക്സ്റ്റ് നോക്കി എഴുതാതിരിക്കുക, അല്ലെങ്കിൽ ടെക്സ്റ്റിലോ നോട്ടിലോ നോക്കി എഴുതാതിരിക്കുക. അറിയാന്നുള്ളത് മാത്രം എഴുതുക. ഇപ്പൊ 1 മാർക്കേ കിട്ടുന്നുള്ളൂവെങ്കിൽ അത്രയും മതി. അത് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതുന്നതായിരിക്കണം. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം നിങ്ങളത് നല്ല രീതിയിൽ